ആ രോഗം സുഖപ്പെട്ട്. ഇതുപോലൊരു അപൂർവ രോഗമാണ്. വേറൊരു രോഗം ഈ ദിവസങ്ങളിൽ ഇതുപോലെ കൃപാസനം റോസരി ഗൂഗിൾ മീറ്റിലെ ഇതുപോലൊരു രോഗം സൗഖ്യപ്പെട്ട അതെല്ലാം യൂട്യൂബിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതെന്ന് പറയണത് ഒരു കുഞ്ഞു കിടപ്പാണ്. അത് എഴുന്നേറ്റ് പൊങ്ങത്തില്ല. എഴുന്നേറ്റ് പൊങ്ങാത്ത കുഞ്ഞ് ഒരു സിൻഡ്രോമാണ്. അതായത് അനങ്ങാതെ ഇങ്ങനെ കിടന്നു പോകും. ഞാൻ 17 കൊല്ലമൊക്കെ അങ്ങനെ കിടന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ ആലപ്പുഴ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. 17 കൊല്ലമായിട്ട് ഇരട്ട കുഞ്ഞുങ്ങളെ കിടന്ന് വളരണ. അപ്പം അത്ര ഒരു കുഞ്ഞാണ് ഈ ദിവസങ്ങളിൽ സാക്ഷ്യം അപ്പം പറഞ്ഞിരിക്കുന്നത്. ആ കുഞ്ഞ് ഉടമ്പടി എടുത്ത ഉടനെ അപ്പൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കൊച്ച് എഴുന്നേറ്റ് ഇപ്പോഴത് മുറി മുഴുവനും ഓടി നടക്കുക. അത് ഈ സെപ്റ്റംബർ മാസത്തിലുണ്ടായിരുന്നൊരു സാക്ഷ്യമാണ്. അപ്പോൾ ഇതൊക്കെ അത് 100-ൽ ഒരാൾക്കുണ്ടാകുന്ന രോഗമാണ്. 100-ൽ ഒരാൾക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ അതായത് അത്രയും അപൂർവ രോഗമാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ രോഗമൊക്കെ കാണുമ്പോൾ നമുക്ക് 1000-ൽ ഒരാൾക്കുണ്ടാകുന്ന രോഗം, 100-ൽ ഒരാൾക്കുണ്ടാകുന്ന രോഗം, മരുന്നില്ലാത്ത രോഗം എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മളോർക്കും ജീവിതകാലം മുഴുവൻ നമ്മളിത് അനുഭവിക്കേണ്ടി വരുമായിരിക്കും എന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കത്തില്ല. കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇത് 1,00,000 ഒരാൾക്ക് വന്ന രോഗമാണ്, ഇതിന് മരുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞ് വാതിലടച്ച് കളഞ്ഞിരിക്കണ കാരണം നമ്മൾ പിന്നെ ആ വിഷയത്തിൽ പ്രാർത്ഥിക്കത്തില്ല. ബൈബിളിലൊക്കെ ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളുണ്ട്. ജനങ്ങൾ ഇതുപോലെ പലരും പറഞ്ഞ് ഇതിന് സുഖപ്പെടത്തില്ല എന്ന് പലരും പറഞ്ഞ് പല പരിശ്രമങ്ങളും ചെയ്ത് പരാജയപ്പെട്ടിട്ട് ഈശോൻ്റെ അടുത്ത് വരുന്ന ഒരു കുഷ്ഠരോഗിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വർത്തമാനം നല്ല രസമാണ്. കാര്യം അദ്ദേഹം പറയണത്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, കാര്യം ഞാൻ പല സ്ഥലങ്ങളിലും ജീവിതകാലം മുഴുവനും ഈ കുഷ്ഠവും ചുവന്നുകൊണ്ട് അടക്കിയിരുന്നു. വൈദ്യശാസ്ത്രത്തിലും മാർഗമില്ല, മനുഷ്യവൈദ്യങ്ങളിലും മാർഗമില്ല, ഒന്നുമില്ല. പക്ഷെ ഈശ്വരെ കണ്ടപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യന് പ്രത്യാശ വരും. ത് ഈശോയ്ക്ക് കരുണ തോന്നി അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിൽ ഇതുപോലെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയില്ലേ? എല്ലാം ട്രൈ ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ അപ്പം നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുന്ന വാക്കാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇതൊന്നും ഒരു കാര്യമില്ല, അങ്ങേക്കെന്നെ സുഖപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ അനുഭവിക്കുന്നവരും ഇതുപോലെ വൈദ്യശാസ്ത്രം തള്ളിയവരുമൊക്കെ ഇപ്പോൾ രോഗസ്ഥലങ്ങളിലും വേദന ഇടങ്ങളിലും നിങ്ങൾ കൈവച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മ ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോ എല്ലാവരെയും കണ്ടും കേട്ടും തൊട്ടും കരുണ കാണിക്കുന്ന സമയമാണ്. എൻ്റെ മക്കൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, മനസ്സ് തകർന്നവര്, മരുന്നില്ലാത്ത രോഗങ്ങള് അങ്ങയുടെ കരുണയ്ക്കായി അങ്ങയുടെ മധ്യസ്ഥത്തില് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, മരുന്നില്ലാത്ത രോഗങ്ങള്, കർത്താവേ, ചികിത്സിച്ച് മടുത്ത രോഗങ്ങള് അമ്മയുടെ മധ്യസ്ഥത്തില് അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കുഷ്ഠരോഗിയോട് കരുണ തോന്നിയതുപോലെ കുടുംബത്തോടും രോഗികളായ ഓരോ മക്കളോടും കർത്താവേ ഇപ്പോഴേ അങ്ങയുടെ തിരുമുറിവാൽ
വാർന്ന അണിപ്പെടുത്താർന്ന അത്ഭുതകരത്താൽ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ രോഗം യേശുനാമത്തിലെ സൗഖ്യപ്പെടട്ടെ. ഇതുപോലെ ഒരു മുഹൂർത്തമാണ് താബോർ മലയുടെ താഴെ അടിവാരത്ത് നടക്കുന്നത്. അവിടെ ഒരു മനുഷ്യൻ ഇതുപോലെ ഈശോനോട് പറയും, അങ്ങക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം. രണ്ടുപേരെ ഡയലോഗാണ്, നല്ല ഹൃദ്യമാണ് കേൾക്കാൻ. കാര്യം ഇതെൻ്റെ മകനാണ്. ഒരു മകനെ കൊണ്ടുവന്നിട്ട് പറയും, ഇതെൻ്റെ മകനാണ്, ഇവന് അപസ്മാരമാണ്, ഒരു ദുരാത്മാവ് ബാധിച്ചിട്ട് ഇവനെ വെള്ളത്തിലും തീയിലുമൊക്കെ തള്ളിയിടും. ഇവൻ ജനിച്ച കാലം മുതൽ ഞാൻ ഇവനെ ചുമന്നുകൊണ്ട് ഈ അവസ്ഥയിൽ ജീവിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഈശോനോട് പറയും. ഞാൻ 9, 23, 24 വചനങ്ങളിലൊക്കെ അതിമനോഹരമായ ഇതാണ്. അങ്ങേക്ക് കഴിയുമെങ്കിൽ ഇവനെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് പറയാം. അപ്പോൾ ഈശോ ചോദിക്കും, എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. കഴിയുമെങ്കിലെന്നോ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയണ്ട എന്ന് പറയും. അതാണ് അർത്ഥം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പ്രാർത്ഥിക്കണ്ട എന്ന് പറയും. ആ രീതിയിൽ പ്രാർത്ഥിക്കണ്ട എന്ന് പറയും. ഈശോ പ്രാർത്ഥനയെ, കാരണം ഈശോ വലിയൊരു പ്രാർത്ഥന കഴിഞ്ഞ് വരികയാണ്, മലയിറങ്ങി വരികയുണ്ട്. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ തിളങ്ങിയ മഹാസംഭവങ്ങൾക്ക് ശേഷം അവൻ ഇറങ്ങി വരുമ്പോൾ ആണ് ഈ മനുഷ്യൻ പറയണത്, ഞാൻ മടുത്ത് എന്ന് പറയും. അപ്പോൾ ഈശോ പറയും, കഴിയുമെങ്കിലോ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട എന്ന് പറയും. എന്നിട്ട് പറയും, വിശ്വസിക്കണവന് എല്ലാം കഴിയും. നേരിട്ട് പറഞ്ഞേ, വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ അപസ്മാര രോഗിയുടെ അപ്പൻ ഈശോയോട് പറയണത്, എൻ്റെ മേൽ കരുണ തോന്നണമെന്നാണ് പറയണത്. അങ്ങേക്ക് കഴിയുമെങ്കിൽ എന്നോട് കരുണ തോന്നണം. ഈ കരുണ വല്ലാത്ത ഒരു വാക്കാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കരുണ നമ്മളുടെ യോഗ്യതയല്ല, നമുക്കവിടെ ഒരു മെറിറ്റില്ല, നമ്മുടെ അവകാശമല്ല, അവകാശത്തിനുള്ള യോഗ്യത നമുക്കില്ല. ഭയങ്കര എളിമയാണ് ആ പ്രാർത്ഥന. എല്ലാ വിഷയവും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകണ എല്ലാ കാര്യങ്ങളും. ഇപ്പം നിനക്ക് കടമുണ്ട്, ചിലപ്പോൾ 40 ലക്ഷം കടം, ചിലപ്പോൾ നിനക്ക് 38 വയസ്സുണ്ട്, കല്യാണം വെക്കണില്ല. അപ്പം നിൻ്റെ പഠിച്ച പണിയെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും നീ കെട്ടാതെ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പം ഇങ്ങനെ കയ്യിൽ നിന്ന് വിട്ടുപോകണോ? ഞാനേ പണ്ടേ, ഇപ്പോഴില്ല, കുറേ കാലം മുമ്പ്, ഒരു 92 ഇടയ്ക്ക് ഒക്കെ ഞാനത് ഓർക്കും. എന്താ കാര്യം വെച്ചാൽ, ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കുകയാണ് തുമ്പോളി പള്ളിയിൽ. അപ്പോൾ 92 അവിടെ അന്ന് അസ്തേന്തി അച്ഛനായിരുന്നു. അപ്പോൾ ആ പള്ളിയിൽ ഇരിക്കുമ്പോൾ, എൻ്റെ മുറിയുമ്പോൾ ഇരിക്കുമ്പോൾ താഴേക്ക് കൂടി ആൾക്കാർ പോകുന്നത്, ആ സ്റ്റെയർ കേസിൽ പള്ളിയിലേക്ക് വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോഴൊരു മുടന്തി വന്നേ, ഒത്തിരി ആവശ്യത്തിന് വണ്ണമുള്ള. അപ്പം ഞാനവിടുത്തെ വികാരച്ചൻ താഴെയുണ്ട്, അച്ഛനാരും എൻ്റെ മുറിക്ക് അപ്പുറത്താണ് അച്ഛൻ. അപ്പം അച്ഛനെ കാണാൻ വേണ്ടി വന്നായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 15, 20, 25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ എൻ്റെ മുറിയിലോട്ട് വന്നത്. അപ്പോഴുണ്ട് ഇവരിങ്ങനെ വിട്ട് വേർത്ത് ബ്ലൗസെല്ലാം നനഞ്ഞ് കുതിർന്നിരിക്കുക. ഞാൻ എഴുന്നേറ്റ് അവിടുന്ന് അറിയാതെ. കാര്യം മുടന്തിയല്ലേ, ഒരു 10, 40, 50% മുടന്തുണ്ട്
നല്ല വണ്ണവും. അപ്പോൾ ഈ സ്റ്റെയർ കേസ് ഇങ്ങനെ മുടന്തുള്ളവർ കയറുമ്പോൾ പാകക്കേടായി പോയി ശരിക്കും അവരെ. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. താഴെ എങ്ങാനും മുറിയെടുത്ത് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. ഈ പാവത്തിന് ഇത്രയും കഷ്ടപ്പെടുത്തി മുകളിലോട്ട് നടത്തി ഇത് നമ്മളീ മുകളിൽ ഈ മുറിയുള്ളത് കൊണ്ടല്ല എന്നുള്ള ചിന്തയാണ് എനിക്ക് വന്നത്. ഞാൻ ചേച്ചീനെ ഉടനെ കൈകൊണ്ട് പിടിച്ച് കൊണ്ടുവന്ന് എൻ്റെ കസേരയിരുത്തി. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നവർ ആശ്വസിക്കാൻ വേണ്ടി. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ പറ്റിയെന്ന് ചോദിച്ചു. എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ആ പറഞ്ഞു അച്ഛാ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അച്ഛാ, എനിക്കിപ്പോൾ 37 വയസ്സായി. അച്ഛൻ്റെ എൻ്റെ ബോഡി നല്ല വണ്ണമുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഇപ്പം ആരും ഇല്ല അച്ഛാ എന്ന് പറഞ്ഞ്. വീട്ടിലേ മുതിർന്നവരൊക്കെ ഉണ്ട്. ആങ്ങളമാർ കല്യാണം കഴിച്ചൊക്കെ വേറെ മാറി താമസിക്കുകയാണ് അവർ. അപ്പനും അമ്മയൊക്കെ മരിച്ചു. അപ്പം അമ്മയാണ് ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത്. അമ്മയും മരിച്ചപ്പോൾ ഇവർ ഒറ്റക്കായിപ്പോയി. ആരും ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു. അതപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഇവർ ഈ മുടന്ത് കാലം വെച്ചുകൊണ്ട് ഈ സ്റ്റെയർ കേസ്. അതാ ആ പള്ളിയുടെ സ്റ്റെയർ കേസ് ഇപ്പോഴും മാറ്റിയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. കിഴക്കാന്തൊക്കെ സ്റ്റെയർ കേസാണ്. ഈ 10-80 കിലോ ഉള്ള ഈ മുടന്ത് കാലം വെച്ചുകൊണ്ട് ഈ സ്റ്റെയർ കേസ് വലിഞ്ഞു കയറണത് നമ്മൾ സഹിക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്കാരുമില്ലെന്ന് പറയാനാണ് ഇവർ വരണത്. അതാണ് എന്നോട് പറഞ്ഞത്, എനിക്കാരുമില്ല അച്ഛാ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ അടുത്ത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഈ വിഷയത്തിലൊരു സമാധാനം ഉണ്ടാകുമെന്നാണ് അവർ വിശ്വസിക്കണത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുറിയിൽ വലിയൊരു കുരിശുണ്ടായിരുന്നു. ഒരു 8 അടിയുള്ള കുരിശ്. ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആൾക്കാരെ കൊണ്ട് നിർത്തണ സ്ഥലമായിരുന്നത്. ഭിത്തിയിലിങ്ങനെ വലിയൊരു കുരിശ് വെച്ചേക്കും. ആ കുരിശിൽ കർത്താവിൻ്റെ തിരുമുഖത്തിൻ്റെ ഒരു രൂപം ഉണ്ടാകും. ആ കുരിശിൻ്റെ നടുക്ക് ഒരു ഫസ്റ്റ് രൂപം. അതിന് താഴെയാണ് ആൾക്കാരെ കൊണ്ട് നിർത്തണത്. അപ്പം ഞാൻ ഈ ചേച്ചീനെ കൊണ്ടുപോയി കുരിശിൻ്റെ താഴെ നിർത്തി. നിർത്തി കുരിശ് തൊടിച്ചിട്ട് ഞാൻ ഇവരുടെ തലയെ കവിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം എനിക്ക് മിണ്ടാൻ പറ്റുന്നൊരവസ്ഥയില്ലായിരുന്നു. ഞാൻ വല്ലാതെ ആയിപ്പോയായിരുന്നു ഇവരുടെ അവസ്ഥ കണ്ടിട്ട്. എന്നിട്ട് ഞാൻ ഏകപക്ഷീയമായിട്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇവിടെ വരും എന്ന് പറഞ്ഞു ഞാൻ അവരോട്. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇവിടെ വരും. അപ്പോൾ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓൺലി. പിന്നീട് അവർ പതുക്കെ പോയി. അത്രയേ ഉള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞു. ഒരു 2 മിനിറ്റോ കൊണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞു. കാര്യം 2 മിനിറ്റിന് പകരം ഞാൻ 2 മണിക്കൂറിൻ്റെ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. കാര്യം ഇവരുടെ അവസ്ഥ കണ്ടിട്ട്. അതായത് നമ്മളെപ്പോഴും ഈശോയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതേ ഈശോനെക്കുറിച്ച് മാത്രമായിരിക്കണം, നമ്മളെക്കുറിച്ചല്ല. അതിൻ്റെ സംഭവം എന്താണെന്ന് കഴിയുമോ? അതായത് ഞാൻ പറഞ്ഞ എൻ്റെ വാക്ക് പോലും കർത്താവ് മാനിച്ചെന്നാണ് സത്യം. 2 ആഴ്ച കൊണ്ട് ഒരു കല്യാണം ഒത്താൽ പോലും 2 ആഴ്ച കൊണ്ട് മനസ്സമ്മതം പോലും നടക്കത്തില്ല. എനിക്കതിനെക്കുറിച്ച് ഞാൻ കൊച്ചനായ കാരണം കല്യാണത്തിനൊക്കെ ഇത്രയും സമയം വേണോ അതൊന്നും എനിക്ക് ചിന്തിച്ചില്ല. എനിക്കൊരു ഓർത്തുകൂടിയില്ല. ഞാൻ ഈ കുരിശൻ നോക്കി പറഞ്ഞു 2 ആഴ്ച കൊണ്ട് ജീവിത പങ്കാളിയും കൊണ്ട് നിങ്ങളിവിടെ വരുമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. പക്ഷെ അത് ഒരു മണ്ടം പറച്ചിലാണ്. കാരണം 2 ആഴ്ച കൊണ്ട് ജീവിത പങ്കാളി കിട്ടത്തില്ല, മനസ്സമ്മതം പോലും നടക്കാൻ പറ്റത്തില്ല. ഇപ്പം എന്താ സംഭവിച്ചെന്നറിയോ? ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, വേറെ ഒന്നും കണ്ടില്ല. അവർക്ക് മുടന്തുണ്ടോ, അവർക്ക് 80 കിലോ തൂക്കമുണ്ടോ, ഇത്രയും പ്രായം ആൾക്കാരെല്ലാം കെട്ടുവോ, ഇതൊന്നും നമുക്കറിയേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അവശതകളോ ഒന്നും നമുക്കറിയേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ സൃഷ്ടിച്ചവൻ എത്രയോ 10,000 കോടികളെ ഇതുപോലെ കണ്ണീരൊപ്പിയവനാണ്. എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ സഹോദരൻ വിശ്വസിക്കണം. 2 ആഴ്ച ഞാൻ പറഞ്ഞ വാക്ക്, ആ വാക്ക് 2 ആഴ്ചക്കുള്ളിൽ ഞാൻ നോക്കുമ്പോൾ മിടുക്കനായ ഒരു മനുഷ്യനെയും കല്യാണം കഴിച്ച് കഴുത്ത് നിറച്ച് പൊന്നു വിട്ട് ഒരു പച്ച പട്ട് സാരി ഉടുത്തുകൊണ്ട് അവരെൻ്റെ മുറി കയറി വന്നു. അന്ന് അവരെ പിടിച്ചു കയറ്റിയത് ആ ജീവിത പങ്കാളിയായിരുന്നു. കർത്താവിൻ്റെ കയ്യിൽ നിൻ്റെ ജീവിത പങ്കാളിയുണ്ട്. പറയേണ്ട പോലെ പറഞ്ഞാൽ, വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ചാൽ കർത്താവ് ആരാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയും ഈ ആരാധനയിലൂടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഒരു വാക്ക്
കർത്താവിൻ്റെ വചനത്തിലുണ്ട്. വളരെ ആവേശം കൊള്ളിക്കുന്നൊരു വാക്കാണ് അത്. പറഞ്ഞത് പത്രോസാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും ഓർക്കുകയെ ഈ പത്രോസിന് എന്നാ ഇത്രയും പവറെന്ന്. കാര്യം മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ടാണ് പിന്നീട് സഭ പണിയപ്പെടുന്നത്. കർത്താവ് പത്രോസിനോട് ചോദിക്കും, നീ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. പത്രോസ് പറയും, ഞങ്ങൾ പകൽ പണിക്ക് പോകാൻ പറ്റണില്ല, ഭയങ്കര ചൂട് വെള്ളമാണ്. ഞാൻ ഇസ്രയേലിൽ പോയിട്ടുണ്ട്. ഈ ഗലീല കടലിലൊക്കെ 2.5 മണിക്കൂറോളം വള്ളത്തിൽ സഞ്ചരിച്ചതാണ്. എൻ്റെ അമ്മ നമ്മൾ അതായത് ഈ വേമ്പനാട്ട് കായൽ പോലെ ഒരു വീതിയുള്ള വലിയൊരു കായലാണ് ഈ സംഭവം. കടലെന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ അറബിക്കടൽ തിരച്ചിലൊന്നും ഇല്ല. പക്ഷേ നമ്മൾ വേമ്പനാട്ട് കായലിൽ കൂടി പോകുമ്പോൾ നമുക്ക് എന്നാ സുഖമാണ്. കാര്യം നല്ല തണുത്ത കാറ്റൊക്കെ വരും. എത്ര ചൂടാണെന്ന് പറഞ്ഞാലും ഒരു 27-8 അപ്പുറത്ത് ടെമ്പറേച്ചർ ഉണ്ടാകത്തില്ല. ഇസ്രയേലിൽ ഈ ഗലീല കടലിൽ കൂടി എന്ത് ബോട്ടിന് പോകുമ്പോൾ 43 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ചൂട്. അത്രയും ചൂടാ. അപ്പോഴേ വെള്ളത്തിൻ്റെ ഈ വെള്ളം ചൂടായി കിടക്കും. ഒരു മീനും വരത്തില്ല. അതുകൊണ്ടാണ് ഇവർ വെള്ളം തണുത്തിട്ട് രാത്രി പണിക്ക് പോണത്. അപ്പോൾ ഞാൻ ഓർത്ത് ആ കടലിൽ സഞ്ചരിക്കുമ്പോൾ, ഗലീല കടലിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ പത്രോസം പറഞ്ഞത് ശരിയാണല്ല. ഈ ചൂടിന് എവിടെ മീൻ കിട്ടാനാണ്? ഒറ്റ വള്ളക്കാരില്ല കടലിൽ. കാര്യം ഈ രാത്രി പകൽ മുഴുവനും ചൂടായത് കാരണം, സമ്മർ ടൈം ആയതിൽ ചൂടായ കാരണം അതാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ രാത്രിയാണ് ഇപ്പോൾ പണിക്ക് പോകണതെന്ന് പറയും. രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും. അപ്പം അതിൻ്റെ അർത്ഥം രാത്രിയും പണിയെടുത്തിട്ട് മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കടലിൽ മീനില്ലെന്ന് അതിൻ്റെ അർത്ഥം. പകലില്ലല്ലോ. ഇപ്പം രാത്രിയാണോ പിന്നെ ഉണ്ടെങ്കിൽ കിട്ടണത്? രാത്രി മുഴുവനും പണിയെടുക്കുകയാണ്, എന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ ഈശോ പറയും, എങ്കിലും എന്നൊരു വാക്ക് പറയും, ബട്ട് എനി ഹാഫ്. ആ വാക്ക് ഭയങ്കര പ്രിപ്പോസിഷനാണെന്ന് തോന്നുന്നു. അത് ബട്ട് എനി ഹാഫ്, എങ്കിലും എന്ന ഒറ്റ വാക്കേ ഉള്ളൂ. അതിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ 5-5 ബട്ട് എനി ഹാഫ്. ഇതാണ്, ദിസ് ഈസ് ദ സിറ്റുവേഷൻ. പകൽ വെള്ളം ചൂടാണ്, മീനൊന്നും മുളി വരത്തില്ല വരയിട്ടാൻ. അതുകൊണ്ട് രാത്രി പോകണമെന്നുണ്ട്. രാത്രി മീനില്ലാത്ത കൊണ്ട് കടൽ ശുദ്ധശൂന്യമാണ്. ബട്ട് എനി ഹാഫ്. ഏറ്റവും വലിയ വചനം എന്ന് പറയുന്നത് ബട്ട് എനി ഹാഫ്. എൻ്റെ സിറ്റുവേഷൻ ഈസ് സച്ച് ഡ്രാസ്റ്റിക് ഈസ് മൈ സിറ്റുവേഷൻ, ബട്ട് എനി ഹാഫ്. ഇത്രയും ദുരന്തപൂർണമാണ്, ഇത്രയും ഹോപ്പ്ലെസ് ആണ്. കണ്ടിന്യൂസ് ഈസ് സോ ഹോപ്പ്ലെസ് ദാൻ എനിത്തിങ്. എന്തിനേക്കാളും ഒരു പ്രത്യാശയില്ലാത്ത അവസ്ഥയാണിത്. ബട്ട് എനി ഹാഫ് ഐ ബിലീവ് ഇൻ യുവർ വേർഡ്. ഞാൻ നീ പറഞ്ഞതനുസരിച്ച്, നിന്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട്, ഞാൻ നിന്റെ വാക്കിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വലയിറക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. ആ വചനങ്ങൾ ഏറ്റവും ശക്തമായ വിഡിച്ചിൽ വചനം എന്ന് പറയുന്നത് ബട്ട് എനി ഹാഫ് ആണ്. എന്താണ്? എങ്കിലും നീ പറഞ്ഞതനുസരിച്ച്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളെയും നമ്മൾ അതിജീവിക്കുന്നത് ഈ ലൂക്ക 5:5 വെച്ചുകൊണ്ടാണ്. എങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ പകൽ മുഴുവനും കർത്താവേ ഒരു മത്സ്യവും ലഭിക്കാത്തപ്പോഴ്, രാത്രി മുഴുവനും കടലിലെ അലയുമ്പോഴും ഒന്നും ലഭിക്കാത്തപ്പോഴും കർത്താവേ നിന്റെ വചനം മാത്രം കേട്ടുകൊണ്ട്, നിന്റെ വചനത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പത്രോസ് പണിയെടുത്തതുപോലെ എന്റെ കർത്താവേ അതേ വിശ്വാസത്താൽ നിന്റെ വാക്കില്, നിന്റെ വചനത്തില് മാത്രം വിശ്വസിച്ചുകൊണ്ട് കർത്താവേ ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളെ അതിജീവിക്കുവാൻ ആത്മാവിനാൽ അഭിഷേകം ചെയ്തവേ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ.
അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നെ വേദപുസ്തകം ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ്, ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവൻ്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ട് പലരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണത്. അവൻ്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ കഴിയാത്ത ജനങ്ങൾ ആ ഉദ്യമം അവസാനിപ്പിച്ചുകൊണ്ട് അവർ വീട്ടിലോട്ട് പോണില്ല. അവരെന്നാ ചെയ്ത്? അവർ പെരപ്പുറത്ത് കയറി മേൽക്കൂര പൊളിക്കും. അതാണ് വിഷയം. നമ്മളിത് കാണുന്നത് ഒരു തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരൂ. മർക്കോസിൻ്റെ 2-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിലാണ് തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരൂ. അപ്പോൾ എന്നാ പറ്റും? കർത്താവ് ഒരു വീടിൻ്റെ അകത്തിരിക്കുക, വാതിക്കൽ പോലും നിൽക്കാൻ ഇടമില്ല. വാതിക്കൽ പോലും നിൽക്കാൻ ഇടമില്ല. ഒരു സ്ഥലത്ത് സ്പേസ് ഇല്ല എന്ന് വെച്ചാൽ we must create space. ഇവിടുത്തെ പ്രശ്നം അതല്ലേ? സ്പേസ് ഇല്ലാത്തതല്ലേ പ്രശ്നം. ഇപ്പോൾ അഡ്മിഷൻ ആണെങ്കിൽ അവിടെ സ്പേസ് ഇല്ല, മാർക്ക് കുറവാ. ജോലിയാണെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും മുമ്പിലുള്ള ആൾക്കാരെ അവരെടുത്തിട്ട് ക്രോസ് ആക്കി. സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലാത്തതല്ലേ പ്രശ്നം ഇവിടുത്തെ? എല്ലാവരുടെയും പ്രശ്നം അതാണല്ലോ. പക്ഷെ വിശ്വാസി സ്പേസ് ഉണ്ടാക്കും. അവരതുകൊണ്ട് എന്നാ ചെയ്തു? നേരെ മുകളിലോട്ട് പോയി. അവർ തിരിച്ചു പോകാൻ തയ്യാറല്ല. വിശ്വാസിയുടെ ഒരു ആപ്തവാക്യമാണ്. എന്താണ്? തൊക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന്. ജീവിതത്തിന് പ്രാരാബ്ധങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാനും മനസ്സില്ല. വാതിലടഞ്ഞു കിടന്നാൽ ജനം തന്നെയാണ് ബാഹുല്യം കൊണ്ട് വാതിലടച്ചാൽ അവർ മേൽക്കൂര പൊളിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടോ യോഗ്യത കുറവ് കൊണ്ടോ ജീവിതത്തില് ഇടം നഷ്ടപ്പെട്ടാൽ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നാൽ കർത്താവേ, ആ ജനസമൂഹത്തെ പോലെ വിശ്വസിച്ചുകൊണ്ട് ഇല്ലാത്ത ഇടം വിശ്വാസത്താൽ ഉണ്ടാക്കിയെടുക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ചില സമയത്ത് മക്കളെ ഒന്നും ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ കേരള വിഷനിൽ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഒരു സന്ദേശം പറയണം, പിന്നെ ഒരു ക്രിസ്തീയ കലാരൂപം കാണിക്കണമെന്ന്. അപ്പോൾ അത് ആ സീരിയലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയിലുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 മനോരമയിൽ ഒരു വാർത്ത വന്നു, സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നുവെന്ന്. അപ്പം മനോരമയിലെ വാർത്ത ഞാൻ നോക്കി, പറഞ്ഞു ഫിസിക്സിൽ ഒരു റിനോവേഷൻ പ്രോജക്റ്റ് വെക്കണം. 2 പേർക്ക് സ്കോളർഷിപ്പുണ്ട്, 2.5 ലക്ഷം രൂപയാണ്. സെൻട്രൽ ഗവൺമെൻറ് അത് പണത്തിൻ്റെ പ്രശ്നമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ സീനിയർ ഫെലോഷിപ്പാണ്, വലിയ ഡെപ്തുള്ള അവാർഡിംഗ് ആണ്. ഒരു പ്രോജക്റ്റ് വെക്കണം. അവിടെ ഉള്ളത് ഏറ്റവും സയൻസ് മേഖലയിൽ കെമിസ്ട്രി ഓർ ഫിസിക്സ് നിങ്ങളുടെ ഒറിജിനലായിട്ടുള്ള മൗലികമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് വെക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വായിച്ചു. ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് അല്ല, ഞാൻ ആർട്ട് സ്റ്റുഡൻ്റാണ്. അപ്പം എൻ്റെ മനസ്സിൽ വന്ന എന്താണെന്ന് അറിയാമോ? ചവിട്ട് നാടകത്തിൻ്റെ പ്രോജക്റ്റ് വെക്കാമെന്ന് തോന്നി. ചെന്നിക്കറിയാലോ വിഷയം പറഞ്ഞില്ലേ? അതായത് ഞാൻ ഉടനെ ചവിട്ടുന്ന നാടകം എൻസൈക്ലോപീഡിയയുടെ 5 വർഷത്തെ വർക്കാണ്. എൻസൈക്ലോപീഡിയ പ്രോജക്റ്റ് വെച്ചു. അപ്പോൾ വെച്ചവരെല്ലാവരും പറഞ്ഞു എന്നാ മണ്ടത്തിലേക്ക് കളിക്കണേ, ഫിസിക്സിൻ്റെ പ്രോജക്റ്റ് ചോദിക്കുമ്പോൾ വല്ലവരും ചവിട്ടും അള വെക്കുക.
അപ്പോൾ എൻ്റെ മനസ്സെന്താ പറയണമെന്നറിയാമോ, നമ്മൾ ഒരു കാര്യം വിശ്വസിച്ച്, കർത്താവിനെ വിശ്വസിച്ച്, ഈശോ എനിക്കിത് ഞാനൊരു 10-20 കൊല്ലമായിരുന്നു അന്ന് തന്നെ ഈ മേഖല പ്രവർത്തിക്കണത്. അപ്പോഴേ എനിക്ക് എൻസൈക്ലോപ്പീഡിയ ചെയ്യാൻ പറ്റിയ നമ്മൾ ഇത്രയും നാൾ ചെയ്ത വർക്കിൻ്റെ ഒരു പൂർത്തീകരണമാണ്. പക്ഷേ അവർ ചോദിച്ചിരിക്കുന്ന ഫിസിക്സിൻ്റെ പ്രോജക്റ്റാണ്. ഞാൻ ആരല്ല വിശ്വസിക്കണത്? ഗവൺമെൻറ്റിലല്ല വിശ്വസിക്കണത്, കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും അല്ല വിശ്വസിക്കണത്. ഞാൻ വിശ്വസിക്കണത് ആരാ? സങ്കീർത്തനം പറയും, ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. അതാണ് ഇടമെന്ന് പറയുന്നത്. എനിക്കവിടെ ഇടമില്ല. ശരിക്കും വാതുക്കൽ പോലെ നിൽക്കാൻ ഇടമില്ല എന്ന് പറയണ പോലെ എനിക്കവിടെ ഇടമില്ല. ഞാനെന്ത് ചെയ്യും? ഇടം ഉണ്ടാക്കുകയാണ്. എങ്ങനെ? ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട്. നിങ്ങൾക്കറിയാണോ, അതായത് ആ കൊല്ലം എൻ്റെ പ്രോജക്റ്റ് അംഗീകരിച്ചുകൊണ്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് മറുപടി വന്നു. അന്ന് മുതൽ ഞാൻ വർക്ക് തുടങ്ങിയതാണ്. 2013 ഞാൻ എൻസൈക്ലോപ്പീഡിയ പൂർത്തിയാക്കി. 2015 തൊട്ട് 14 തൊട്ട് 16 വരെയുള്ള വിജ്ഞാനകോശങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തപ്പോഴും ഈ പുസ്തകത്തിനാണ് ആകപ്പാട് തിരഞ്ഞെടുത്ത ഒറ്റ പുസ്തകം. ഇടമില്ലാത്ത ഇടങ്ങളിൽ ഇടമുണ്ടാക്കുന്നത് ആരാണ്? വിശ്വാസമാണ്. ഞാൻ കർത്താവിനോട് നേരിട്ട് പറഞ്ഞു, കർത്താവേ എനിക്കിൻ്റെ അകത്ത് ഇടമില്ല, പക്ഷെ നീയാണ് എൻ്റെ ഇടമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇടമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഫയൽ മടക്കരുത്. ക്രിസ്ത്യാനി വിശ്വാസി ഒരിക്കലും ഫയൽ മടക്കത്തില്ല. എന്താ? അവൻ്റെ ഇടം കർത്താവാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എല്ലാ അവസ്ഥകളിലും ഞാൻ പിന്തിരിയേണ്ടി വന്നാലും കർത്താവേ, ഒരിടത്തും എനിക്ക് ഇടം കിട്ടിയില്ലെങ്കിലും അങ്ങയുടെ തിരുസന്നിധിയിൽ എൻ്റെ ജീവിതത്തിന് ഒരു ഇടമുണ്ടെന്ന് പൂർണ്ണമായി വിശ്വാസത്തിൻ്റെ സാധ്യതയുടെ വാതില് എനിക്കും തുറന്നു തരുവാൻ ഈ ധ്യാനം കേൾക്കുന്നവരെ, കൂടുന്നവരെ എല്ലാവരെയും വിശ്വാസത്താൽ അഭിഷേകം ചെയ്ത് പ്രത്യാശയാൽ മുന്നോട്ട് പോകാൻ ഈശോയെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ജയം യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിൻ്റെ രീതികൾ, സെറ്റിംഗ് ഓഫ് ദി സ്റ്റോറി എല്ലാം ഈ ടൈപ്പാണ്. ബട്ട് ഇൻ ഹാഫ് നീ പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്യാവുന്ന പ്രൊഫഷനില്ല, ഇടമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് മാർത്തായോ അതല്ലേ പറഞ്ഞത്, അവനെ എവിടെയാണ് സംസ്കരിച്ചിരിക്കണമെന്ന് ഈശോ ചോദിക്കണില്ലേ ലാസൻ്റെ സൗകര്യത്തെങ്കിലേ. അപ്പോഴും മാർത്ത എന്താ പറഞ്ഞത്? 11:39 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ മാർത്ത പറയും, കർത്താവേ അവനെ അടക്കിയിട്ട് 4 ദിവസമായില്ലേ, ഇപ്പം ദുർഗന്ധമായിരിക്കും. ബട്ട് എനി ഹാഫ് അവനെ അടക്കിയിട്ട് 4 ദിവസമായി, ഇപ്പോൾ ദുർഗന്ധമായിരിക്കും. നോ സ്പേസ്. ബട്ട് എനി ഹാഫ് എങ്കിലും നീ പറഞ്ഞത് കൊണ്ട് ഈ കല്ലറയുടെ വാതുക്കൽ കല്ല് ഞങ്ങൾ മാറ്റുവന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ദൈവത്തിന്റെ വാതുക്കല്ലുകളെ എടുത്തു മാറ്റിയവരുടെ വിശ്വാസത്താൽ കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആണ് വിശ്വാസം. നമുക്ക് വിശ്വാസം തന്നെ അതാണ് സെന്റ് പോൾ എന്താ പറയണത്? വിശ്വാസം കേൾവിയിൽ നിന്നും. അതാണ് നമ്മുടെ വിശ്വാസം. സാധാരണ കോമൺ ഫെയ്ത്ത് ഉണ്ടാവും മനുഷ്യൻ്റെ, മാനുഷികമായ ഹ്യൂമൻ ഫെയ്ത്ത്. നമ്മളത് ഡിവൈൻ ഫെയ്ത്താ, ഹ്യൂമൻ ഫെയ്ത്ത് അല്ല. എന്താണ് നമ്മൾ വിശ്വസിക്കണത്?
കർത്താവിൻ്റെ വാക്കിലാണ്. വാക്ക് നിങ്ങളത് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ വചനത്തില് ജീവിതത്തിന്റെ അവസ്ഥകള് എന്ത് തന്നെ ആയാലും അങ്ങ് പറഞ്ഞത് കൊണ്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ സുവിശേഷ വിശ്വാസത്താൽ എന്നെ ഇപ്പോഴേ അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം ഹല്ലേലൂയ. പരിശുദ്ധ ശരിക്കും പറഞ്ഞ ഇതൊരു ഫോർമുലയാണ്. കർത്താവിനെ നമുക്ക് അപ്രതീക്ഷിതമാവും അയോഗ്യവുമായ സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന് എൻ്റെ സൗഖ്യവും ദൈവത്തിൻ്റെ ഇടപെടലെ ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു ഡിവൈൻ ഫോർമുലയാണ്. ബട്ട് ഇൻ ഹാവ് നീ പറഞ്ഞതനുസരിച്ച് കണ്ട്. എങ്കിലും അമ്മയും അങ്ങനെയല്ലേ? അമ്മയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോഴേ അമ്മ ഉടനെ പറഞ്ഞു, ജീവിതകാലം മുഴുവൻ കന്യകയായിട്ട് ജീവിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പുരുഷനെ അറിയാൻ ഉദ്ദേശിക്കണില്ല. അങ്ങനെയാണ് അത് അപ്പായ്ക്കും അറിയാമല്ലോ, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. അപ്പോഴേ മാലാഖ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ, നിൻ്റെ ആ തീരുമാനത്തെ ഹോണർ ചെയ്യുന്നുണ്ട് അപ്പ, അംഗീകരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. 4 വചനങ്ങൾ. അപ്പോഴമ്മ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്. എന്താ അമ്മ പറയണത്? Behold, the handmaid of the Lord, be it done to me according to thy word. അവിടെ എന്താ? നീ പറഞ്ഞതനുസരിച്ച്. അതാണ് സംഭവം. അവിടെ എന്താ പറയണത്? ഈ 10 ദിവസം അതിന് ശേഷമാണ് 10 ദിവസം പറയണത്. 5 അമ്മയാണ് ആദ്യം പറഞ്ഞത്, ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പം അപ്പാ പറഞ്ഞു, പരിശുദ്ധാത്മാവിനാലാണ് ഈശോ എൻ്റെ ഉദരത്തിലാകുക എന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞതനുസരിച്ച്. എന്താണ് കാര്യം? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ. ലുക്ക 1:45. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. നീ പുരുഷനെ അറിയുന്നില്ല, കന്യയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അതാണ് നിൻ്റെ സിറ്റുവേഷനെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ പോലും ദൈവത്തിന് there is option. അതാണ് കർത്താവിടൊക്കെ പറയണത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന്. കാര്യം എന്താണ്? എങ്ങനെ വിശ്വസിക്കണം? നീ പറഞ്ഞ അനുസരിച്ച് വിശ്വസിക്കണം. കർത്താവിന്റെ വചനം അനുസരിച്ച് വിശ്വസിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വചനത്തെ ആവശ്യമാക്കുവാൻ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയായി മാറുവാൻ ലോകത്തിന് യേശുവിനെ നൽകുവാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ 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 മഹത്വം കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എല്ലാ ഗൂഗിൾ മീറ്റുകളിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ഈ അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വലിയ രോഗങ്ങൾ സുഖപ്പെടുകയും അവർ തിരിച്ച് അടുത്ത ആഴ്ച തന്നെ അത് ഓൺലൈനിൽ സാക്ഷ്യം പറയുകയും ചെയ്യുന്നത്. ഇത് മനോഹരമായ ഒരു അൾത്താരയാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈശോയുടെ തിരുസന്നിധി. നിങ്ങൾ ഏത് രാജ്യത്തിലാണ് ഇപ്പോൾ ഈ ആരാധന കൂടുന്നതും അതൊന്നും നിങ്ങളെ അൾത്താരയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ദൈവത്തിന് അകലമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ വളരെ ഏകാഗ്രതയോടുകൂടിയാണ് ഇനിയുള്ള ആരാധന സമയത്ത് പ്രാർത്ഥിക്കുന്നത്. ഏത് സമയത്തും എന്തും ദൈവികമായ വലിയ ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സമയമാണിത്.
അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. രോഗികൾ പ്രത്യേകിച്ച് കർത്താവേ വിശുദ്ധ രക്തത്താൽ എല്ലാ രോഗികളെയും ഈ ലൈനില് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ രോഗികളെ കർത്താവേ, ശരീരം മുഴുവനും ചലമായവര്, ചൊറിയായവര്, ചിലങ്ങായവര്, ചുണങ്ങായവര്, ത്വക്ക് രോഗികളെ, വിശപ്പ് രോഗികളെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ മാതാവിന്റെ മധ്യസ്ഥതയിലെ പരിപൂർണമായി അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. തള്ളി നിൽക്കുന്നതാണ് അത്. കയ്യിൽ നിന്നല്ല, പതകിൽ നിന്നാണ് ഈ കുരു ഉള്ളത്. കയ്യിലല്ല, പതകിലാണ് കുരു ഉള്ളത്. അത് ഇത്തിരി പഴുത്ത് വരുന്നതാണ്, പൊട്ടിയതാണ്. പക്ഷെ കർത്താവ് ആ വ്യക്തിയെ ഇപ്പം സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. നമുക്ക് ഈ പതകം അതുപോലെ തന്നെ ശ്വാസകോശങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശ്വാസകോശ രോഗികളെ ഇപ്പോഴ് ശ്വാസകോശങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികളെന്ന് അച്ഛൻ ഉദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോവിഡ് രോഗികളെ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ചെന്നാൽ മനസ്സിലാകും. കൃപാസന സാക്ഷ്യങ്ങളിലെ ഒത്തിരി പേര് കോവിഡിൽ നിന്ന് സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യം ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ശ്വാസകോശത്തിലെ ക്വാറന്റൈൻ താമസിക്കുന്നവർക്കും നെഞ്ചിനെ തൊടാവുന്നതാണ്. കോവിഡ് രോഗികളും നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈശോയുടെ നാമത്തിൽ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശ്വാസകോശ രോഗികളെ, കരള് രോഗികളെ, ഹൃദയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ക്വാറന്റൈൻ താമസിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, കോവിഡ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ക്ഷയരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ശ്വാസകോശങ്ങളിലെ അലർജി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ശ്വാസകോശങ്ങളെ കഴുകണമേ. വിശുദ്ധ രക്തത്താൽ കോവിഡ് രോഗികളെ കഴുകണമേ. യേശുവിന്റെ നാമത്തിലെ ശ്വാസകോശത്തിന് അകത്തും പുറത്തും പരുക്കളുള്ളവരെ ഈശോ, രോഗികളെ ഈശോ അങ്ങയുടെ നാമത്തിലെ വിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഇടുപ്പിന് രോഗമുള്ളവരെ, ഇടുപ്പ് ഡിസ്ലൊക്കേറ്റ് അരക്കെട്ട് ഡിസ്ലൊക്കേറ്റ് ആയവരുണ്ടാകാം. നട്ടലിൻ്റെ കശേരികൾ ദ്രവിച്ചിരിക്കുന്നവരോ ഉണ്ടാകാം. അല്ലെങ്കിൽ അതും ഡിസ്ലൊക്കേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. കിഡ്നി രോഗികളുണ്ടാകാം. കിഡ്നി രോഗികളൊക്കെ അവരെല്ലാം നടുവിനെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവ് എല്ലാ രോഗികളും. ഇപ്പോൾ ചില ആൾക്കാർക്ക് സ്പോണ്ടിലോസിസിൻ്റെ, അതായത് തല നേരെ നിൽക്കത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഉറക്കം വരത്തില്ല. കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പിൻകഴുത്തിനും അതിൻ്റെ ജോയിൻസിനും തലയോട്ടിനും തലഞരമ്പ് അതുപോലെ തന്നെ നട്ടലിൻ്റെ അറ്റത്തും തമ്മിൽ ഭയങ്കര ചൂടും ഭയങ്കര ഉരച്ചിലും തേയ്മാനവും ഒക്കെ ഉണ്ടാകുന്ന രോഗികളുണ്ട്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രോഗികളുണ്ട്. അവരെല്ലാം ഈ സമയത്ത് അവിടെ ചൂട് തോന്നുന്ന ആ പിൻകഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ടോൺസിൽ രോഗികളെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോ പരിശുദ്ധമായ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നിന്നോട് യാചിക്കേണ്ടത്. എല്ലാ രോഗികൾക്കും വേണ്ടി യാചിക്കുകയാണ് കർത്താവെ. എല്ലാ മനസ്സ് തകർന്നവർക്കും വേണ്ടി യാചിക്കുകയാണ് കർത്താവെ. അവരെല്ലാം സാക്ഷികളാക്കി നീ മാറ്റണം കർത്താവെ. ഞങ്ങൾക്ക് ഇരുട്ടിൻ്റെ കാലമാണ് ഈശോയെ. എന്ത് ചെയ്യണമെന്നും എങ്ങോട്ട് തിരിയണമെന്നും ഒന്നും അറിയാൻ പറ്റാത്ത മനുഷ്യരാശി മൊത്തത്തിൽ കർത്താവെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. വിശ്വാസികളാണ് കർത്താവെ അവർക്ക് വെളിച്ചം നൽകേണ്ടത്. വിശ്വാസികൾക്ക് വെളിച്ചം നൽകേണ്ടത് നീയാണ്.
നിൻ്റെ അടയാളമാണ് കർത്താവെ. നീ ഞങ്ങളെ കൈവിട്ടിട്ടില്ല എന്നുള്ള വലിയ ബോധ്യത്തിൽ കർത്താവെ നാനാജാതി മതസ്ഥരായ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവെ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവെ. 2004 അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് നീ ഞങ്ങളോട് കാണിച്ച അതേ കാരുണ്യം കർത്താവിനെ അനുസ്മരിച്ചുകൊണ്ട് മാരക രോഗങ്ങളെ തീരവേദകളെ നമ്മുടെ മധ്യസ്ഥത്തിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ഈശോ എൻ്റെ മനസ്സിൽ അഭിഷേകം പോലെ തോന്നിക്കുന്ന ഒരു സന്ദേശം ഇതാണ്: ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുതെന്ന്. എന്തിനു വിട്ടുകൊടുക്കരുത്? അവിശ്വാസത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കരുത്. പ്രത്യാശയില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. എല്ലാത്തിനും സമാധാനമുണ്ട്. എല്ലാത്തിൻ്റെ സമാധാനം യേശു ക്രിസ്തുവാണ്. അവൻ്റെ യേശുവിക്ക് അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോഴും നിന്നെ സ്പർശിക്കും. രോഗമുള്ളിടത്ത് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ നിന്ന് വിശ്വാസപ്രമാണം ചെല്ലട്ടെ. അല്ലാത്തവരെ എൻ്റെ ദൈവമേ, എൻ്റെ രക്ഷക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആവർത്തിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഇപ്പോഴേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗം കൊണ്ട് ഉറക്കമില്ലാത്തവരെ, നടപ്പില്ലാത്തവരെ, യാത്രയില്ലാത്തവരെ, കിടപ്പ് രോഗികളെ കർത്താവ്, മരുന്ന് വാങ്ങാൻ പണമില്ലാത്തവരെ, മരുന്ന് ഭരിക്കാത്തവരെ കർത്താവ്, അവരെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ളവർ പോലും കർത്താവ്, അവരെ കൊണ്ട് മനസ്സ് മടുത്തവരെ എങ്ങനെയെങ്കിലും ചത്തു കിട്ടിയാൽ മറിയതുപോലെ ചിന്തിച്ചുകൊണ്ട് മൗനമായി ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് പോയി പിഴക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ അവസ്ഥകളെ കർത്താവ്, കൈവിട്ടുപോയ അവസ്ഥകളിലെ കണ്ണുനീര് കർത്താവ്, നീ മാത്രമേ ഉള്ളത് ചിന്തിക്കുന്ന രോഗികളുടെ മേൽ, മാർഗ രോഗികളുടെ മേൽ, തീരാവേദികളുടെ മേൽ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം മഴയായി പെയ്യട്ടെ. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം മഴയായി പെയ്യട്ടെ. ആത്മാവിന്റെ കാറ്റുകളെ തീയായി കത്തട്ടെ. യേശുനാമത്തിലെ മാർഗരോഗങ്ങളെ, യേശുനാമത്തിലെ ത്വക്ക് രോഗങ്ങളെ, അസ്ഥി രോഗങ്ങളെ യേശുനാമത്തിലെ സൗഖ്യമാവട്ടെ. ശ്രുതികടേ രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളെ, അച്ഛനിലൂടെ ഈശോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. വിധിക്കോ അല്ലെങ്കിൽ നിരാശയ്ക്കോ ജീവിതം വിട്ടുകൊടുക്കരുത്. നീ കടക്കാരനാണെങ്കിലും, കടമുള്ളവനാണെങ്കിലും, വീടില്ലാത്തവനാണെങ്കിലും, നിനക്ക് വീട് വെക്കാൻ സ്ഥലമില്ലാത്തവനാണെങ്കിലും, നിന്റെ വിവാഹം ഒത്തുവരാത്ത അവസ്ഥയാണെങ്കിലും, നിങ്ങൾക്ക് മക്കളില്ലെങ്കിലും, നിന്റെ പരീക്ഷ പാസ്സാകുന്നില്ലെന്നുണ്ടെങ്കിലും നീ വിട്ടുകൊടുക്കരുത്. കർത്താവ് നിന്നെ സ്പർശിക്കും. ഇപ്പോൾ സ്പർശിക്കും. നിന്റെ കുടുംബത്തെ സ്പർശിക്കും. നിന്റെ ജോലിയെ സ്പർശിക്കും. മക്കളില്ലാത്ത നിന്റെ ഉദരത്തെ സ്പർശിക്കും. അപ്പോൾ ഇപ്പം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇപ്പോഴെവിടെയാണ് രോഗം, എവിടെയാണ് സങ്കടങ്ങള്, അവിടെ സ്പർശിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ഈശോ ഒന്നും സാധ്യമില്ലാത്തവനെ, ഈ രോഗികളെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോലിയില്ലാത്തവരും കർത്താവ്, വീടില്ലാത്തവരും, പരീക്ഷ തോറ്റുപോയവരും കർത്താവ്, ജോലിയില്ലാത്തവരും, വിസ പോലെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ഇവിടെ ശ്രമിക്കുന്നവരും, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും, കർത്താവെ പരീക്ഷകള് കർത്താവ് എഴുതി തോറ്റുപോയവരും, കർത്താവ് നൈപുണ്യ പരീക്ഷകള്, കർത്താവെ മത്സര പരീക്ഷകള് കർത്താവ് എഴുതി പരാജയപ്പെട്ടവരും, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരും എല്ലാവരും ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോലിക്ക് ജീവിതത്തിന് ആവശ്യമായ രേഖകള് കർത്താവ് ഇല്ലാത്തവരെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈശോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വഴിമുട്ടി നിൽക്കുന്നവരെ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈശോയുടെ ഉന്നതമായ നാമത്തില്, ഈശോയുടെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ, കൃഷിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ വഴികള് അവർക്ക് തുറന്നു ലഭിക്കട്ടെ. അവരെല്ലാം കർത്താവിന്റെ സാക്ഷിയായി മാറട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധമ്മേ, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത മരിയൻ ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി പാലിക്കുവാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. ഭാഷണത്തിലെ തിങ്കളാഴ്ച ഉടമ്പടി ആരാധനയിലും ചൊവ്വാഴ്ച